എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകാൻ വേണ്ടി ബസ് നോക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ജംഗ്ഷനിൽ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എടുക്കണം തോന്നിയ വീഡിയോ അല്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് തോന്നിയെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ ജംഗ്ഷൻ നോക്കുന്നതാണ് ഞങ്ങളുടെ പെർളശ്ശേരി ജംഗ്ഷൻ അല്ലെങ്കിൽ സെഞ്ചുറി ജംഗ്ഷൻ എന്ന് പറയും. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങളുടെ ജംഗ്ഷൻ കാണാൻ, അടിപൊളിയാണ്. അപ്പോൾ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഞാൻ വണ്ടി നോക്കിയിരുന്നപ്പോഴാണ് ഒരു ഫാസ്റ്റ് കിട്ടിയത് കേട്ടോ. എന്തായാലും അതിൽ കയറി കുറേ നേരം നോക്കി നിന്നതിന് ശേഷമാണ് അപ്പോൾ ഇങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. ഞാൻ കണ്ടക്ടറുടെ അടുത്ത സീറ്റാണ് കിട്ടിയത്. എനിക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഒന്നിനും കുഴപ്പമില്ല, രസമുണ്ടായിരുന്നുണ്ട്. വഴിയൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന വഴിയാണ്. ഞാനിങ്ങനെ കാണിച്ചു, ഓരോ സൈഡ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ തിരുവല്ലയാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി സ്ഥലം കേട്ടോ. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്ഥലം ഞാൻ മറന്നു, സത്യം പറഞ്ഞാൽ. ചേച്ചിയുടെ മോളുണ്ടായിരുന്നു, അപ്പോൾ അമ്മയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പോവുകയാണ്. KSRTC ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല സുഖമാണ് ബസ്സിൽ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടോ നിങ്ങൾ. ആലപ്പുഴ വഴിയാണ് പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം കണ്ടോ തോട്. എന്നീ പ്രത്യേകിച്ച് എടുത്താണ് ഇനി ആറ്റിറമ്പ് നോക്കിയെടുത്ത കേട്ടോ വീഡിയോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. ആലപ്പുഴയല്ലേ, നിങ്ങൾക്കെല്ലാം കേൾക്കുമ്പോൾ തന്നെ അറിയാം ആലപ്പുഴ ഭംഗിയുള്ള സ്ഥലമെന്നാണ് വിചാരിക്കുന്ന. നല്ല സത്യമാണ് കേട്ടോ. ഇതിപ്പോൾ ആലപ്പുഴ സ്റ്റേഷൻ്റെ അടുത്തോടാണ്. കുറച്ച് ബോട്ട് ജെട്ടികളുണ്ട്. അപ്പം നമ്മുടെ കായലിനോട് ചേർന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ ബോട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കാണിക്കാം. വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്, കാരണം അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഒരു കായലല്ല, കായലോട്ട് പോകുന്ന അത് തോടാണ് കേട്ടോ. അതിൽ കുറേ ബോട്ട് സർവീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ സർവീസ് ഉണ്ട്. ഇവിടെ അതിന് പാർക്കിംഗ് ഏരിയ ആണെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. കുറേ ബോട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ കൃപാസനത്തിലെത്തി. ഞാൻ വന്നതിന് ശേഷം കുറേ ദിവസം ശേഷമാണ് വന്നത് കേട്ടോ. കുറേ താമസം, ഞാൻ വളരെയായിട്ടും വിഷമിച്ചിട്ടാണ് വന്നത്. അമ്മയോടും യേശുവിനോടും മാതാവിനോടും പിതാവിനോടും എല്ലാവരും ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൃപാസനത്തിനുള്ളിൽ. ഞാൻ എൻ്റെ വീഡിയോസ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബം എല്ലാം കൃപാസന അമ്മയുടെ ഭയങ്കര ഭക്തരാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പോയ വീഡിയോ എടുക്കണമെന്ന്. പെട്ടെന്ന് എനിക്ക് എന്നാലും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവർ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്ന ആൾക്കാർ, ഒരു പെൺകുട്ടിയോട് വന്നിട്ട് സാക്ഷ്യം പറയുന്നുണ്ട്. ഇംഗ്ലീഷിലായിരുന്നു. കുറേ അവിടെ നിൽക്കാൻ തന്നെ സ്ഥലമില്ല കേട്ടോ. അത്രയ്ക്ക് ആളാണ്. അത്രയ്ക്ക് അമ്മ എല്ലാവർക്കും കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലമായിരുന്നു. നല്ല എന്താ പറയുക, സ്ഥലമൊന്നുമല്ല, സോറി, ഇങ്ങോട്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇരുന്ന് പോകും കേട്ടോ. അങ്ങനെ കുറേ ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ ഷോർട്സ് കയറി വന്നതാണ്, മറ്റേ ഷോർട്സിൻ്റെ വീഡിയോസ് കയറി വന്നതാണ് അത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് കണ്ടത്. ഇപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്തവരും പുതുക്കിയവരെല്ലാം അവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഓരോന്നും. എനിക്കത് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി എടുത്തവരൊക്കെ അവിടെ വരുമ്പോഴാണ് നമുക്ക് ഉടമ്പടി തൈലവും എല്ലാം കിട്ടുന്നത്. അവിടെ കന്യാസ്ത്രീകളൊക്കെ നിൽക്കുന്നിടത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നും കുറേ നേരം അവിടെ ഇരുന്നു. കുറേ സാക്ഷ്യമൊക്കെ കേട്ടു. അപ്പം പുറത്ത് ഭാഗമൊക്കെ കാണിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി വെളിയിൽ അവിടെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഫുഡല്ല, വെള്ളം കുടിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇതൊക്കെയുണ്ട്. ഉള്ളിലും കുറേ ആൾക്കാരൊക്കെ സെറ്റിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി വൈകിട്ട് എപ്പോഴും പോകുന്ന സമയത്ത് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വന്നു. KSRTC സ്റ്റാൻഡിൽ നിന്ന് തിരുവല്ലയ്ക്കോ ചെങ്ങന്നൂർ ഒരു ബസ്സിൽ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ലാസ്റ്റാണ് ഒരു തിരുവല്ല ബസ് കയറി അത് കയറിയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ചെങ്ങന്നൂർ ഫാസ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി കയറിയതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൊരു പമ്പിൻ്റെ മുന്നിലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൃപാസന അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ ബൈ.